ഹലോ. ഇന്നത്തേത് ഞങ്ങളുടെ കുറച്ച് യാത്രാവിശേഷങ്ങളാണ്. ഒരുപാട് പ്ലാൻ ചെയ്ത് അവസാനം മൂഞ്ചി പോകുന്ന ട്രിപ്പുകൾക്കിടയിൽ ഇതേപോലെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നെന്നും പറഞ്ഞ് പോകുന്ന ട്രിപ്പുകൾ വളരെ റെയറായിരിക്കുമല്ലോ. അതും ഇതേപോലെ ഒരു ഫാമിലി ട്രിപ്പും കൂടി ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട. എല്ലാവരും കൂടെ കൂടിയ സമയത്ത് നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഇങ്ങനെ സക്സസ് ആവും എന്നുള്ളത്. ഞങ്ങൾ കോഴിക്കോട് പോകാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ അങ്ങനെ കോഴിക്കോട് എത്തി ഞങ്ങൾ പിന്നെ വയനാട് എത്തി തിരിച്ച് വീണ്ടും മലപ്പുറം ജില്ലയിലേക്ക് കക്കാടംപൊയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മലപ്പുറം ജില്ല പോയിട്ട് കേരളം വിട്ടിട്ട് ഞങ്ങൾ തമിഴ്നാട് എത്തുന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എല്ലാവരും തട്ടിക്കൂട്ടിയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലേക്കാണ് കേട്ടോ യാത്ര. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ള ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് നല്ല കുശാലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ട്രിപ്പൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോയിട്ടുണ്ട്, കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊരു വണ്ടി വിളിച്ചിട്ട് യാത്ര പോകാന്ന് പറയുന്നത് ആദ്യമായിട്ട്. കുറേ കാലമായി പറയണു, പക്ഷേ ഇതുവരെ അതങ്ങോട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്തോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മുടെ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ കൂടിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ്. എൻ്റെ കല്യാണ സമയത്ത് ഇവർ റിസപ്ഷൻ എല്ലാവരും കൂടെ ബസ് വിളിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ ഇവർ ഡാൻസ് കളിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അസൂയുണ്ടായിരുന്നു. എനിക്ക് മാത്രം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു ഖേദം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. വെയിലുണ്ടായിരുന്നു കേട്ടോ. ഊട്ടിയാണോ അല്ലേ എന്നുള്ള ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, കാരണം നല്ല വെയിലായിരുന്നു അവിടെ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വ്യൂസൊക്കെ കണ്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എന്താ പറയുക, എല്ലാവരും ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാഴ്ചകളൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഈ ഫ്ലവേഴ്സൊക്കെ കാണുന്നിടത്ത് എല്ലാവരും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവരിങ്ങനെ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് എടുത്ത് തരുമല്ലോ, അത്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിത് ഓരോ വ്യൂസും കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. ഊട്ടിയിലെ ഒരു തണുപ്പ് എന്ന് പറയാൻ മാത്രം തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ ചൂടിനെയൊക്കെ ചെറിയൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ചൂട് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തിരിച്ചു പോരുമ്പോൾ ഞാനൊരു സ്വെറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വെറും ഷോ. ഊട്ടി പോകുമ്പോൾ കാണുന്ന ഒരു സാധനമായിരുന്നു. സ്വെറ്ററാണോ ഇനി കഫ്താനാണോ എന്നറിയില്ല, രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. കുറേ ബാർഗെയിൻ ചെയ്ത് 50 രൂപ കുറച്ച് ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സംതൃപ്തിയിലുള്ള ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ആ ഒരു വെയിലത്ത് നടന്നതിൻ്റെ ഒരു ക്ഷീണവും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. കയ്യിൽ കിട്ടിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെന്നെങ്കിലും ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ എത്തിയത് ടീ ഫാക്ടറിയിലായിരുന്നു പിന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഗതി ഞങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് വെജിറ്റബിൾ ബിരിയാണി ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും വിശന്നിരിക്കുന്ന സമയമല്ലേ, എന്ത് കിട്ടിയാലും കഴിക്കും. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറി കാണാൻ പോയിട്ടുണ്ട്. ഈ ടീ ഫാക്ടറി എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു നൊസ്റ്റു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ MBAക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ടായിരുന്നു ട്രിപ്പ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവിടെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇതൊക്കെ ഓരോ സ്പേസും കാണുന്ന സമയത്ത് എനിക്ക് അന്ന് വന്നതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു, അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇതിങ്ങനെയായിരുന്നു അതങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 3 വർഷം ബാക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ശാലു പോകുന്ന വഴിക്ക് ഇവിടെ ടീക്ക് ഓരോ സ്ഥലത്തും പറയുന്ന പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും വായിക്കാൻ തന്നെ അറിയുണ്ടായിരുന്നില്ല, പക്ഷെ അവൾ എങ്ങനെയൊക്കെയോ അത് വായിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതാ ആ ടീ ഫാക്ടറിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. അപ്പൊ താഴെ അവര് ഫ്രീ ആയിട്ട് ടീ കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ആക്ച്വലി ചായ ഒന്നും കുടിക്കാറില്ല, പക്ഷെ എന്നാലും വെറുതെ വാങ്ങി ഇവർക്ക് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. വെറുതെ കിട്ടല്ലേ, നമ്മൾ മലയാളികൾ ഈ വെറുതെ കിട്ടുന്ന സാധനമൊന്നും പാഴാക്കാറില്ലല്ലോ. അങ്ങനെ ഞാനൊരു ഗ്ലാസ് ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് കുറച്ച് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത്. വെറുതെ അതിൻ്റെ മണം കണ്ടപ്പോൾ എനിക്ക് കുടിക്കാനൊരു ക്യൂരിയോസിറ്റി. അപ്പം ഞാനത് കുടിച്ചു നോക്കി. സത്യം പറയാലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചായ ലവർ അല്ലാത്ത ഞാൻ വരെ അതിൽ വീണുപോയി. അങ്ങനെ പോരുന്ന വഴിക്ക് ഞങ്ങളിതാ ചിലർ ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചോക്ലേറ്റും അവിടുന്ന് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഓരോ വ്യൂസ് കണ്ട് ചോക്ലേറ്റുകളൊക്കെ ഇങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വിട്ടത് മുട്ടക്കുന്നിലേക്കായിരുന്നു. അങ്ങനെ മുട്ടക്കുന്നിലൊക്കെ കയറി കുറേ നല്ല സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ റീൽസ് എടുത്തു. നമ്മുടെ സെയിം വൈബിലുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രായഭേദമന്യേ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് അവസാനിച്ചല്ലോ എന്നുള്ള സങ്കടത്തോടെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും തുള്ളലിലാണ്. അധികം ചാടിക്കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ തുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ പുറത്ത് ഒരു തമിഴ്നാട്ടിലെ എന്തോ ഉത്സവം എന്തോ ആണ് തോന്നുന്നുണ്ട്, എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് സൈഡിൽ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 12 മണി ഒക്കെ ആയപ്പോഴേക്കും തിരിച്ചെത്തിയിട്ടുണ്ട്.